ഞാനിപ്പോൾ കറൻ്റ്ലി 30 വീക്സ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇതെൻ്റെ ഹോസ്പിറ്റൽ ബാഗാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ കൂടിയാണ്. ഞാൻ ബേബിയുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെട്ടി എടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. HRX എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ചെറിയ ചെറിയ ബാഗിലാക്കിയിട്ടാണ് എല്ലാം ഞാൻ ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇത് നമ്മുടെ ബേബി വരുമ്പോൾ നമുക്ക് റിസീവ് ചെയ്യാനായിട്ടൊരു നെസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ സിബ് യൂസ് ചെയ്തിട്ട് നെസ്റ്റ് പോലെ ആക്കിയെടുക്കാം. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. അതിനെല്ലാം വലിച്ചൊന്നും ഇടുന്നില്ല. ആൻഡ് നെക്സ്റ്റ് ഇതൊരു ചെറിയ ബ്ലാങ്കറ്റ്, അധികം കട്ടിയില്ലാത്തൊരു ബ്ലാങ്കറ്റാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് മീഷോയിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്യോർ വൈറ്റ് ഒരു റിസീവിങ് ടവൽ പോലെ ഇത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിലൊന്നാണിത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നെക്സ്റ്റ് വരുന്നത് ഒരു വലിയ പ്യോർ വൈറ്റിൻ്റെ ഭയങ്കര കട്ടിയുള്ളൊരു ബ്ലാങ്കറ്റാണ്. അത് അത്യാവശ്യം ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊന്നും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് നമുക്ക് ഭാവിയിൽ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. നല്ല കട്ടിയുള്ള വൈറ്റ് ബ്ലാങ്കറ്റാണ്. ദെൻ ഇത് 2 റോംപേഴ്സ് വെച്ചിട്ടുണ്ട്. 2 റോംപേഴ്സ്, ഒരു ബ്ലൂവും ഒരു വൈറ്റും. സ്ലീപ്പിംഗ് സ്യൂട്ടൊന്നും പറയും തോന്നുന്നു. അതിനെ ചൂടൊന്നാണെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റില്ലായിരിക്കും. ഞാൻ 2 എണ്ണം വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ടൈം പ്രഗ്നൻസി ആയതുകൊണ്ട് ഇതൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാനെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വരുന്നത് ബർബ് ക്ലോത്ത്സ്. അതൊരു 4 ബർബ് ക്ലോത്ത്സ് ആണ് ഇരിക്കണേ. ഇങ്ങനത്തെ ചെറിയ ബർബ് ക്ലോത്ത് ആണ്. ഇതും ഞാൻ മീഷോയിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. ആ റോംപേഴ്സ് ഞാൻ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ അത്യാവശ്യം ഓൺലൈൻ ത്രൂ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് കുഞ്ഞു ഉടുപ്പുകളുണ്ടല്ലോ. ഇത് കെട്ടുടുപ്പാണ്. ഒരു 6 കെട്ടുടുപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പോപ്പീസിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ചെറിയ കെട്ടുടുപ്പ്. ഇതൊക്കെ ഞാൻ വാഷ് ചെയ്ത് നല്ല വെയിലത്തിട്ട് ഉണക്കി അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് വിളിച്ചിടാത്തത്. ഒരു 6 കെട്ടുടുപ്പുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 സെറ്റ് ടാപ്പ് മിറ്റൻ ബൂട്ടീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 1 ആണ്. അത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. താഴെ ബട്ടൺസ് ആയിട്ട് കൂട്ടാൻ പറ്റുന്നൊരു ടൈപ്പ് 1 ഉണ്ട്. പിന്നെ ഇത് കുറച്ച് നാപ്പീസാണ്, മറ്റേ ക്ലോത്ത് നാപ്പീസാണ്. യൂഷ്വലി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഡൈപ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ബട്ട് ഇത് ഞാൻ വെറുതെ വെച്ചതാണ്. യൂസ് ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഹോസ്പിറ്റലിലെ ഡൈപ്പേഴ്സ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് സ്വാഡിൽ ക്ലോത്ത് അല്ലെങ്കിൽ തോർത്താനും തുടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു 4 ടവൽസ് വെച്ചിട്ടുണ്ട്. എന്തിനാണെങ്കിലും യൂസ് ചെയ്യാം. ഭയങ്കര മസ്ലിനായിട്ട് ഉള്ള ടവലാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തതും മീഷോയിൽ നിന്ന് തന്നെയാണ്. ഇത് കുറച്ച് കൂടുതൽ സാധനങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് അറിയില്ല, യൂസ്ഫുൾ ആവുമെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടല്ലേ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നിട്ട് എത്രത്തോളം ഇതൊക്കെ യൂസ്ഫുൾ ആയി എന്നുള്ളത് ഞാൻ പറയാം. പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം പ്രഗ്നൻസി ആയതുകൊണ്ട് എത്ര വാങ്ങിച്ചിട്ടും മതിയാവുന്നില്ല. അത് വേറൊരു കാര്യം. പിന്നെ ഞാൻ ഒരു പാക്കറ്റിൽ
പ്രത്യേകിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാഗിൽ ഡെലിവറിക്ക് പോണ സമയത്ത് ഇപ്പം നമ്മളാവില്ല ബാഗൊന്നും ഹാൻഡിൽ ചെയ്യുക, അമ്മയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് എളുപ്പത്തിന് ഒരു കെട്ടുടുപ്പും ഒരു നേരത്തെ കാണിച്ച വൈറ്റ് റിസീവിങ് ടവൽ ഒരെണ്ണവും അതുപോലെ ഒരു ഡൈപ്പറൊന്നും ഒക്കെ അവർ തന്നെ എടുക്കുമായിരിക്കും. വെച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അത് പിന്നെ ഇതൊരു ഫീഡിങ് പില്ലോ ആണ്. നല്ല പ്രിൻ്റൊക്കെ തന്നെ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ളതാ. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് വാട്ടർ വൈപ്സ്. ഇപ്പം നമ്മൾ പൊക്കിൾ കൂടി കൊഴിയുന്നത് വരെ കുളിപ്പിക്കില്ലല്ലോ, അപ്പോൾ തുടയ്ക്കാനായിട്ടും എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഡൈപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാനായാലും വാട്ടർ വൈപ്സ് യൂസ് ചെയ്യും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മേടിച്ചതാണ്. പിന്നെ 2 ഡ്രൈ ഷീറ്റ് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ബെഡൊന്നും ബേബി യൂറിൻ പാസ് ചെയ്താൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമല്ലല്ലോ എന്ന് വെച്ചിട്ട് 2 ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് തരുമെന്നൊന്നും എനിക്കറിയില്ല. അത് പിന്നെ ബേബിക്ക് വേണ്ടിയിട്ടൊരു 5-6 ഭയങ്കര സ്മോൾ സൈസ് ഏറ്റവും ന്യൂ ബോൺ ബേബീസിന് പറ്റുന്ന പാമ്പേഴ്സാണ് ഇത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അത്യാവശ്യം ബേബീസിന് ഇപ്പോഴും ഡൈപ്പർ റാഷ് വരുന്നത് ഞാൻ കേട്ടു. ഞാനും ഇതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ ബിഫോർ നാപ്പിയുടെ ഒരു റാഷ് ക്രീം മേടിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടായിരുന്നു, ബേബീസിനൊക്കെ അത്യാവശ്യം നന്നായി നഖം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ബേബീസിൻ്റെ ട്രിമ്മർ മേടിച്ചിട്ടുണ്ട്. ഇതും മീഷോ തന്നെയാണ്. പിന്നെ ക്രീംസ് ഒന്നും യൂഷ്വലി ആരും യൂസ് ചെയ്യില്ല ബേബികൾക്ക്. ബട്ട് ഞാനൊരെണ്ണം എന്തിനോ വേണ്ടി മേടിച്ചിട്ടുണ്ട്. അത് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ബേബിക്ക് മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു കുഞ്ഞ് ഗോകർണം കൂടി മേടിച്ചിട്ടുണ്ട്. അത് ഇവിടെ വെച്ചിട്ടില്ല, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കാം. അപ്പോൾ അതും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാനെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്. Thank you.